വൈകുന്നേരം ആയപ്പോഴത്തേക്കും വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ ട്ടോ ഞങ്ങൾ രണ്ടുപേരും. നടന്നല്ല കാറിലാണ്. ഞങ്ങളുടേത് നല്ലൊരു തനി നാട്ടുപ്രദേശം ആയതുകൊണ്ട് രണ്ടായാലും അടിപൊളി വൈബാണ് കേട്ടോ. അങ്ങനെ കാറും എടുത്ത് പോകുന്നതുകൊണ്ട് പതുക്കെ മെയിൻ റോഡിലേക്ക് ഇറങ്ങി കേട്ടോ. അങ്ങനെ മീനച്ചിലാറിന്റെ തീരത്തൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ പതിവായിട്ട് കയറാറുള്ള ചായക്കട കണ്ടത് കേട്ടോ. എന്നാ പിന്നെ ആറ്റിൻകരയിൽ ഇരുന്ന് ഓരോ ചായ കുടിച്ചേക്കാന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയേ. ഓരോ ചായയും കൊടുത്ത് നല്ല ചൂടൻ പരിപ്പുവടയും കഴിച്ചു കേട്ടോ. വൈകുന്നേര സമയം ആയതുകൊണ്ട് അധികം എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നേ. തിരക്കിടവില് ആൾക്കാരുടെ കുളിസീൻ പിടിക്കുകയാണോ എന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് വിചാരിച്ച് അവിടെ നിന്ന് അധികം വൈബ് പിടിക്കാൻ പോയില്ല. ഞങ്ങൾ നേരെ തിരിച്ചു കേട്ടോ. പക്ഷെ പെട്ടെന്നായിരുന്നു നല്ല മഴക്കാറും കാറ്റും ഒക്കെ. മഴ പെയ്യലായിരിക്കും എന്നോർത്താണ് ഇങ്ങോട്ടൊന്ന് കയറിയേക്കാം എന്ന് വിചാരിച്ചത് കേട്ടോ. ഇത് ഞങ്ങൾ മുമ്പ് സ്ഥിരമായിട്ട് പ്ലാന്റ്സ് ഒക്കെ വാങ്ങിച്ചിരുന്ന ഒരു നഴ്സറി ആയിരുന്നേ. ഇപ്പൊ കുറച്ചായി വന്നിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഒരുപാട് പ്ലാന്റ്സിന്റെ ഒരുപാട് വെറൈറ്റി പുതുതായിട്ട് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം വാരി എടുത്തോണ്ട് ഓടാനാണ് തോന്നുന്നേ. പക്ഷേ അതെന്തായാലും നടക്കില്ലല്ലോ. എല്ലാം അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ്സ് ആണ്. അതുകൊണ്ട് ചെടി മാത്രം വാങ്ങിച്ചാൽ പോരല്ലോ, നമുക്ക് അതിനനുസരിച്ച് പോട്ടി മിക്സും അതുപോലെ തന്നെ ചെടിച്ചട്ടിയും ഒക്കെ വാങ്ങിക്കണല്ലോ. അതുകൊണ്ട് അത്യാവശ്യം എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു 3 പ്ലാന്റ് മാത്രം ഞാൻ എടുത്തു കേട്ടോ. മഴ ദേ ഇപ്പൊ പെയ്യും എന്ന് പറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഓടി പിടിച്ച് ഒന്ന് നോക്കി 2-3 ചെടി സെലക്ട് ചെയ്യുമായിരുന്നു കേട്ടോ ചെയ്തത്. ഇവളാണെങ്കിൽ ദേ ഇവിടുന്ന് പോരുന്നുമില്ല. അപ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു കേട്ടോ. അങ്ങനെ വീട്ടിൽ വെറുതെ കാറ്റും കൊണ്ടിരുന്ന ഞങ്ങള് മഴയും നനഞ്ഞ് കയ്യിലെ കുറച്ച് കാശും പൊടിച്ച് വൈപ്പറിന് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് പെരുമഴയത്ത് വഴിയിലും കിടന്ന് അതാ ഇപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സീനാണേ. അങ്ങനെ വീട്ടിലേക്കുള്ള പാതി വഴി എത്തിയപ്പോ നമ്മുടെ പഞ്ചായത്തിലേക്ക് മഴയും പെയ്തിട്ടില്ല കേട്ടോ. റോഡൊക്കെ നല്ല ഡ്രൈ ആയിട്ട് കിടപ്പില്ലേ. നമ്മുടെ വീടിന്റെ ഭാഗത്തേക്ക് ചെറുതായിട്ടൊന്ന് തുളി പോയിട്ടുണ്ട് കേട്ടോ. പകല് മൊത്തം വിരിഞ്ഞു വിടർന്ന് നിന്നിട്ട് സന്ധ്യ ആകുമ്പോ ചുരുങ്ങി പോകുന്ന കലാത്തിയ കണ്ട് കൈകൂപ്പി നിൽക്കുകയാണ് കേട്ടോ അവള്. പ്ലാൻസ് ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തൊന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് ഇതിങ്ങോട്ടും അതങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ് ഓർഡർ ഇടുന്നതാണ് കേട്ടോ. എപ്പോ പുറത്തു പോയാലും അപ്പോഴെല്ലാം ചെടി വാങ്ങിച്ചുകൊണ്ട് വരും എന്നും പറഞ്ഞ് അപ്പച്ചേക്കും അമ്മച്ചിക്കും ചെറിയൊരു വഴക്കുണ്ടേ. അതുകൊണ്ട് രണ്ടുപേരും അറിയാതെ അനക്കാതെ ഒച്ച ഉണ്ടാക്കാതെ ഞങ്ങൾ പതുക്കെ വാങ്ങിച്ച ചെടി ഒന്ന് ഇവിടെ കൊണ്ട് വെക്കുകയാണ് കേട്ടോ. ചെടികളോട് കമ്പമൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി പൈസ ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത് രണ്ടുപേർക്കും അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല കേട്ടോ. ശരിയാണ്, എന്നാലും ഇതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളിൽ പെടുന്ന കാര്യമല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.